അറേബ്യൻ സമുദ്രത്തിലെയും പേർഷ്യൻ ഉൾക്കടലിലെയും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് തീപിടിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക പിരിമുറുക്കം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഒമാൻ തീരത്തിന് സമീപമുണ്ടായ ഈ അടിയന്തര സംഭവം മേഖലയിലുടനീളമുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ശക്തമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഗൾഫ് ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് തെക്കൻ ഇറാനിലെ സിറിക് പ്രദേശത്ത് നിന്ന് ഇറാൻ ബഹുവിധ ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈലുകൾ തൊടുത്തതായാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ മിസൈൽ ആക്രമണത്തിൽ ഒമാൻ തീരത്തിന് സമീപം സഞ്ചരിക്കുകയായിരുന്ന ഒരു എണ്ണ ടാങ്കറിന് കേടുപാടുകൾ സംഭവിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കപ്പലിന് നേരെ ഒന്നിലധികം മിസൈലുകൾ പതിച്ചതായും അതിനെ തുടർന്ന് വൻ തീപിടുത്തമുണ്ടായതുമായുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തുവരുന്നു. കൂടാതെ തെക്കൻ ഇറാന് മുകളിലൂടെ നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക MQ-9 റീപ്പർ ഡ്രോൺ ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായും ചില കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾക്കൊന്നും ഇതുവരെ ഔദ്യോഗികമായ സ്വതന്ത്ര സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് US സെൻട്രൽ കമാൻഡ്, ഇറാന്റെ ഔദ്യോഗിക സംസ്ഥാന മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ എന്നിവയൊന്നും ഈ ആക്രമണ വാർത്ത ഇതുവരെ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 5/1 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ കടൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനും ഇറാന്റെ തെക്കൻ തീരത്തിനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ ജലപാതയിൽ ഉണ്ടാകുന്ന ഏതൊരു സൈനിക നീക്കവും ആഗോള ഊർജ്ജ മേഖലയെ പെട്ടെന്ന് തന്നെ പ്രതികൂലമായി ബാധിക്കാൻ ശേഷിയുള്ളതാണ്. ആക്രമണം നടന്നതായി പറയപ്പെടുന്ന ഇറാന്റെ തെക്കൻ തീരപ്രദേശമായ സിരിക് ഹോർമുസ് കടലിടുക്കിന്റെ കവാടത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളും മിസൈൽ വിക്ഷേപണ സജ്ജീകരണങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയിൽ നിന്നുള്ള ഏതൊരു നീക്കവും അറബിക്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരിട്ട് ഭീഷണിയാകും. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷാവസ്ഥ വാണിജ്യ കപ്പലുകൾക്ക് വൻ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. സമുദ്രപാതയിലെ അപകട സാധ്യത വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് പ്രീമിയം നിരക്കുകൾ ഉയരുന്നതും കപ്പൽ കമ്പനികൾ ഇതര പാതകൾ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നതും അന്താരാഷ്ട്ര വ്യാപാരത്തെ സങ്കീർണമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് നിലവിൽ മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതുവരെ വാണിജ്യ കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പേർഷ്യൻ ഉൾക്കടലിലും ഒമാൻ ഉൾക്കടലിലും അമേരിക്കൻ സൈന്യവും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡും തമ്മിൽ തുടരുന്ന നിഴൽ യുദ്ധത്തിന്റെ തുടർച്ചയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ പുതിയ സംഭവങ്ങളെ വിലയിരുത്തുന്നത്. അമേരിക്കൻ വ്യോമസേന രഹസ്യാന്വേഷണത്തിനും കൃത്യതയാർന്ന ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്ന MQ-9 റീപ്പർ ഡ്രോണുകൾ തകർക്കപ്പെട്ടു എന്ന അവകാശവാദം ശരിയാണെങ്കിൽ അത് US ഇറാൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തും. മുൻപും സമാനമായ രീതിയിൽ അമേരിക്കൻ ഡ്രോണുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ വാർത്ത പരന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ചലനങ്ങൾ ഉണ്ടാകാനും സാധ്യതയേറെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏതൊരു സൈനിക നീക്കവും എണ്ണ വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന ഭയം നിക്ഷേപകർക്കിടയിൽ പെട്ടെന്ന് അസ്ഥിരതയുണ്ടാക്കാറുണ്ട്. ഗൾഫ് മേഖലയിലെ മറ്റ് അയൽ രാജ്യങ്ങളായ ഒമാൻ, UAE, സൗദി അറേബ്യ എന്നിവർക്കും ഇത്തരം സംഭവങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മേഖലയെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നയതന്ത്ര തലത്തിൽ സമവായ ശ്രമങ്ങൾ അനിവാര്യമായി മാറുകയാണ്. ചൈന, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ഗൾഫ് എണ്ണയെ വൻതോതിൽ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കിലെ സമാധാനം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ആക്രമണ വാർത്തകളിൽ വസ്തുത വ്യക്തമാക്കാൻ ഈ രാജ്യങ്ങളും കാത്തിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമുദ്ര നിയമം അനുസരിച്ച് അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കേണ്ടത് ആഗോള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളും വ്യാജ പ്രചാരണങ്ങളും സംഘർഷാവസ്ഥയുടെ തീവ്രത കൂട്ടാനിടയാക്കും. അതിനാൽ ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഭാഗമായി വരുന്ന അവകാശവാദങ്ങളെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സമീപിക്കേണ്ടതുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റ് മേഖലയിൽ ശക്തമായ നിരീക്ഷണവും സുരക്ഷാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതൊരു തിരിച്ചടിക്കും തങ്ങൾ സജ്ജമാണെന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിട്ടുള്ളതിനാൽ വരും മണിക്കൂറുകളിൽ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമായേക്കാം.
ഒമാൻ തീരത്തുണ്ടായതായി പറയപ്പെടുന്ന ഈ കപ്പൽ തീപിടുത്തവും മിസൈൽ ആക്രമണ അവകാശവാദങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് പശ്ചിമേഷ്യയിൽ കൂടുതൽ വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴി തുറന്നേക്കാം. അതുകൊണ്ട് തന്നെ UK MDO അടക്കമുള്ള ഏജൻസികളുടെ വരാനിരിക്കുന്ന ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് ആഗോള സമൂഹം.